നമ്മൾ ബിരിയാണി ഉണ്ടാക്കാനാണ്. വെറും ബിരിയാണി അല്ല, ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ബിരിയാണി. അപ്പോൾ ഈ ബിരിയാണി ഉണ്ടാക്കുന്നത് ഇച്ചിരി പണിയാണ്. അതാണ് കുഴപ്പം. കുറേ കൂടുതൽ സാധനങ്ങൾ നമുക്ക് വേണം. ഒന്നാമത് സവോള, ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. എല്ലാം അരച്ചെടുത്താൽ മതി കേട്ടോ. അത് നമുക്കൊരു എളുപ്പം അരിഞ്ഞെടുക്കേണ്ട, അരച്ചെടുത്താൽ മതി. ആദ്യം സവോള, പിന്നെ ചെറിയ ഉള്ളി അരച്ചെടുത്ത് സെപ്പറേറ്റ് ആണ് നമ്മൾ അരച്ചെടുക്കുന്നത്. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, തക്കാളി, ഇത്രയും സാധനങ്ങൾ അരച്ചെടുത്ത് ഉപ്പിട്ട് നമ്മൾ ചട്ടിക്കകത്തേക്ക് ഇതെല്ലാം കൂടെ ഇട്ടിട്ട് അവസാനം തീ കൊളുത്തുന്നത് കേട്ടോ. അതായത് ഉപ്പ് ഇട്ട് സാധനങ്ങളും ഇട്ട് നെയ്യ് ഒഴിക്കും. നെയ്യ് മാത്രമേ നമ്മൾ ഒഴിക്കുന്നുള്ളൂ, എണ്ണയൊന്നും ഉപയോഗിക്കുന്നില്ല. നെയ്യ് ഒഴിക്കും. നെയ്യൂടെ ഒഴിച്ച് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കും. അതിങ്ങനെ തീ കൊടുക്കും. നെയ്യ് ഒഴിച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ തീ കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി വരണ്ട് വരണം. അപ്പോൾ നമ്മളിത് റൈസ് ഇവിടെ നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ട്. ചിക്കൻ അപ്പുറേ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് തൈര് ഒഴിച്ചു കൊടുക്കും. കുറച്ച് മതി. ഇളക്കിക്കേ. കുറച്ച് തൈരും കൂടെ നമ്മളൊരു ശകലം, ഒത്തിരി വേണ്ട കേട്ടോ. നമ്മൾ അടുപ്പിലാണ് വെച്ചിരിക്കുന്നത്, വിറകടുപ്പിൽ. അപ്പോൾ ഇതിരിച്ച് താമസമുണ്ട്. അതാണൊരു കുഴപ്പം. ശരിക്കും പറഞ്ഞ സമയം 1:30 പക്ഷെ ഇത് റെഡിയാകാൻ നമുക്ക് പറ്റില്ല. അപ്പോൾ ഇതിങ്ങനെ വെള്ളമൊക്കെ വറ്റി നല്ല വരണ്ട് വരണം. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് ഒരു സാധനം കൂടി ചേർക്കാവേ. ഗരം മസാല ഇടണം. അപ്പം തന്നെ റെഡിയാക്കി ഗരം മസാല ഉണ്ടെങ്കിൽ അതിട്ടാൽ മതി. ഇല്ലെങ്കിൽ നമുക്ക് കടയിൽ നിന്ന് മേടിച്ച ഗരം മസാല. അപ്പോൾ നമ്മൾ ഗരം മസാലയും കൂടി ഇട്ടു. ഇനി നന്നായിട്ട് ഇളക്കി ഇങ്ങനെ നല്ല പൊടി പോലെയാണ്. വെള്ളമൊക്കെ പറ്റി നല്ല വരണ്ട് പൊടി പോലെ ആകുമ്പോൾ ചിക്കൻ ഇട്ട് കൊടുക്കും. ചിക്കൻ ഇട്ട് കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് ഇളക്കി നന്നായിട്ട് മൂടി വെച്ച് ചിക്കൻ വെന്ത് കഴിയുമ്പോൾ റൈസ് ഇട്ട് ദം ചെയ്താൽ മതി. അതിനകത്ത് നമുക്ക് കാഷ്യൂ, സവോള നെയ്യിൽ ഫ്രൈ ചെയ്തതും ഒക്കെ ഇടാൻ നമ്മുടെ ഇഷ്ടം പോലെ. മല്ലിയില ഒക്കെ ഇട്ട് ദം ചെയ്തെടുത്താൽ ഉണ്ടല്ലോ. പിന്നെ ലാസ്റ്റ് ഒരു സീക്രട്ട് ഉണ്ട്. ആ സീക്രട്ടാണ് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ ദം ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് എല്ലാ സാധനങ്ങളൊക്കെ ഇട്ട് വെക്കുള്ളൂ. സവോള ഉള്ളിയൊക്കെ ഇട്ടിട്ട് ലാസ്റ്റ് തേങ്ങാപ്പാലിനകത്ത് മഞ്ഞൾപ്പൊടിയും കുങ്കുമപ്പൂടി ചേർത്ത് അതിൻ്റെ മേളിലേക്ക് അങ്ങ് ഒഴിക്കണം. എന്നിട്ടങ്ങ് ദം ചെയ്ത് വെക്കണം. സൂപ്പർ സാധനം. തുറന്ന് കഴിയുമ്പോൾ നല്ല സെറ്റ് ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ ഒരു ദിവസം ഞാൻ ഇടാം, കംപ്ലീറ്റ് ചെയ്യുന്ന വീഡിയോ. എന്തായാലും 100% ഷുവറാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയാണിത്. പക്ഷെ ഇച്ചിരി റിസ്ക്കാണ് റിസ്ക് അല്ല, ഇച്ചിരി ടൈം എടുക്കും ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.